ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും മുട്ടക്കറിയാണ്. അതിന് 2 മുട്ട എടുത്തിരിക്കുന്നത്. 2 മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 സവാള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കടുകിട്ട് കൊടുത്ത് കുറച്ച് പെരുംജീരകവും കൂടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ പൊട്ടിക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി കേട്ടോ. പെരുംജീരകവും കൂടി പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് ഉണക്കമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നുറുക്കി വെച്ചിരിക്കുന്ന സവാള ഉള്ളി 2 സവാള ഉള്ളി ഉണ്ടത് പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇനി അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ട് വഴന്ന് വന്നാൽ പോരാ, നല്ല ബ്രൗൺ നിറത്തിലായി വരണേ. അതുവരെയും വഴറ്റണം. അപ്പോൾ അതങ്ങനെ ഒന്ന് ആയി വരട്ടെ. അതിനകത്തേക്ക് ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ബാക്കിയുള്ള പൊടികളും ചേർക്കാം. അത് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് വഴന്ന് നല്ല മൊരിഞ്ഞ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയൊക്കെ ഞാൻ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ, 1 സ്പൂൺ വീതം ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ചെറിയ സ്പൂണിനാണ് ചേർത്തത്, വലിയ സ്പൂണിനാണ്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വഴന്ന് വന്നപ്പോൾ തന്നെ ഇടേണ്ടതായിരുന്നു, മറന്നുപോയി. സാരമില്ല, ഈ പൊടിയുടെ കൂടത്തിൽ കിടന്നത് നന്നായിട്ടൊന്നങ്ങ് വഴന്നോളും. കാരണം പൊടിയുടെ പച്ചമണവും മാറി കിട്ടണമല്ലോ. അപ്പോഴത്തേക്കും അതും അങ്ങോട്ട് നന്നായിട്ട് വഴന്ന് വരും. അപ്പോൾ അതങ്ങ് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരല്പം കുരുമുളക് പൊടി പൊടിച്ച് വെച്ചേക്കണം. കുറച്ച് ഞാൻ തന്നെത്താനെ പൊടിക്കുന്നതാണ്. ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും മുഴുവൻ കുരുമുളക് പൊടിച്ചെടുക്കുന്നതാണ്. മുളക് പൊടി കുറച്ച് മുളക് പൊടി ചേർക്കണുള്ളൂ. എരിവ് വളരെ കുറച്ച് മതി. അത് കാരണം എന്നിട്ട് നമുക്ക് അപ്പം ഞാൻ അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കുരുമുളക് പൊടിയാണ്, കുറച്ചേ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്. ഇത് ഗരം മസാലയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് ഇനി നമുക്കതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. തേങ്ങാപ്പാൽ ഒഴിക്കുവാണെങ്കിലും ഒരുപാട് ടേസ്റ്റാണ്. ഇവിടെ ഒരാൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് സെർവിങ് ബൗളിലേക്ക് മാറ്റി ഇതാ അപ്പവും മുട്ടക്കറിയും തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കണം, കഴിച്ചിട്ട് അഭിപ്രായം